ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ മഹിമ. തൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. തൻ്റെ ചേച്ചി ഒരിക്കലും രാജിവെച്ച് പോകരുത്. തൻ്റെ ചേച്ചിയെ പോലെ ഒരാളാണ് ഇനി ഈ പോലീസായി വേണ്ടത് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ ചേച്ചി ഇത്രയും വലിയ കുറ്റങ്ങൾ താൻ ചെയ്തിട്ടും തൻ്റെ ചേച്ചി തന്നെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുവന്ന് ഗോപാലൻ്റെ മക്കൾക്ക് ശിക്ഷ കൊടുത്ത് അതൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മഹിമ പറയാണ്, ചേച്ചിയെ കൊണ്ട് ഒന്നും കഴിയാത്തതില്ല. ചേച്ചി ചെയ്ത തെറ്റ് ചേച്ചി തന്നെ തിരിച്ച് ചേച്ചി എല്ലാവർക്കും മനസ്സമാധാനം തരികയാണ് ചെയ്തത്. അത് എന്തിന് എൻ്റെ കാര്യം തന്നെ ആലോചിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മോളെ ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ പോലീസ് യൂണിഫോം ഇട്ടത്. എന്നാൽ അന്നേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നു നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി രാജിവെക്കുന്നെന്ന്. കാരണം പല ആളുകളുടെയും ആട്ടും തൊപ്പും ഒക്കെ സഹിച്ച് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിന് തന്നെ ഈ യൂണിഫോം കൊണ്ട് പല നഷ്ടപ്പാടുകളും വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം, എന്നാലും ചേച്ചി ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ ഭാനുവതിയമ്മ പറയാണ്, എന്തിനാ മഹിമ നീ അവളെങ്ങനെ നിർബന്ധിക്കുന്നത്? അവളുടെ ഇഷ്ടമാണ് ജോലി. ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാനും പറയുന്നു, അവളുടെ ഗർഭത്തിൻ്റെ ഈ ഒരു അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ അവളെ പോയി ജോലിക്ക് പോകാൻ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവളെ നിർബന്ധിക്കണ്ട. അവളുടെ ഹോർമോൺ ചേഞ്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് ഭാനുവതിയമ്മ പറയണം കേട്ടോ. അപ്പോൾ ഈ സമയം ആരും തന്നെ അവിടെ മിണ്ടുന്നില്ല. ഇനിയും മുകുന്ദനൊന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ എന്നിവിടെ കൂടാന്നുള്ള ആ ഒരു നിലപാട് അവരെടുക്കുകയാണ്. എന്നാൽ പതിയെ തൻ്റെ ചേച്ചിയുടെ മനസ്സ് മാറ്റണമല്ലോ, അത് തൻ്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മഹിമ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം മഹിമ ഗിരിയോട് വന്ന് സംസാരിക്കുകയാണ്. ഗിരിയേട്ടനും ഇതിന് കൂട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗോപാലിനെ പോലെയുള്ള ഒരു വ്യക്തി അയാളുടെ മുഖംമൂടി വലിച്ചൂരണം, അയാളെ സെല്ലിൽ അടക്കണം. അത് എൻ്റെ ചേച്ചിയെ കൊണ്ട് കഴിയും. പക്ഷേ എൻ്റെ ചേച്ചി പഴയ ഭീരുവായി മാറുകയാണ്, പഴയ ചേച്ചിയായി മാറുകയാണ്. ഇപ്പോൾ അതിനിടയ്ക്ക് വന്ന് തൻ്റെ ഇതൊക്കെ ചേച്ചിയുടെ നഷ്ടപ്പെടുകയാണ്. ഇനിയിപ്പോൾ ഗിരിയേട്ടനും കൂടി ചേർന്നിട്ടാണോ? ഗിരിയേട്ടൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണം മാത്രമല്ല ഇതിൽ ഞാൻ കാണുന്നത്. ഗിരിയേട്ടൻ ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ കൊന്നതിൽ ഗിരിയേട്ടനും കൂടി പങ്കുണ്ടല്ലോ. അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ചെയ്യുകയാണോ? എൻ്റെ ചേച്ചിയെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയാണ്, ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഞാൻ ആ തെറ്റ് തിരുത്തി ഗോപാലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. പക്ഷേ ഒരിക്കലും നിൻ്റെ ചേച്ചിയോട് ജോലിക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നിൻ്റെ ചേച്ചി എടുത്ത തീരുമാനമാണ്. അവളുടെ മനസ്സിൽ എന്താണ് ഇത്രയും മുറിവേറ്റത് എന്ന് എനിക്കറിയില്ല. അവളെടുത്ത തീരുമാനമാണ്. അതിന് ഞാൻ ഒരു പങ്കാളിയല്ല എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം പ്രീതിയാണെങ്കിലോ, എൻ്റെ മഹിമേ, നിൻ്റെ ചേച്ചി മനഃപൂർവ്വം പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നതേ നിൻ്റെ ചേച്ചി ഇനിയിപ്പോൾ നിൻ്റെ അച്ഛൻ്റെ കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൽ പങ്കാളി ഗിരിയും കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഗിരിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്ന പേടിയുടെ ആ ഒരു ഇതിലാണ് നിൻ്റെ ചേച്ചി ഈ ഒരു കേസ് ഏറ്റെടുക്കാത്ത ഈ ഒരു ജോലി രാജിവെക്കുന്നത്. അത് ആർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നവിടെ പറയണം കേട്ടോ. എന്നാൽ അത് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും പ്രീതിയുടെ കരണത്തടി വീണിരിക്കുന്നു കേട്ടോ. എന്നിട്ട് പറയണേ, എൻ്റെ അടുത്ത് നിൻ്റെ വിളച്ചിൽ വേണ്ട. എന്നെയും എൻ്റെ ചേച്ചിയെയും തെറ്റിപ്പിക്കുന്ന പല പരിപാടികളും ഇതുപോലെ പല തരത്തിലും നീ വന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള തെറ്റാനുള്ള പ്രധാന കാരണക്കാരി നീയാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതും കൂടി തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ചേച്ചി ജോലിക്ക് പോകണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. അത് ഞാൻ നിറവേറ്റും. പക്ഷേ അതിനെ ഇങ്ങനെ ഘടിപ്പിക്കുന്ന സ്വഭാവം, ഈ കട്ടപ്പയെ പോലെ പിറകിൽ നിന്ന് കുത്തുന്ന സ്വഭാവം ഉണ്ടല്ലോ, അത് നീ നിൻ്റെ അടുത്ത് വെച്ചാൽ മതി. ഇനി എൻ്റെ അടുത്ത് ആ ആയുധം പോയില്ലെന്ന് പറയട്ടോ. നീ എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങനെയുള്ള പരിപാടികളുമായി വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒരു കരണത്തല്ലേ അടി വീണിട്ടുള്ളൂ. രണ്ടാമത്തെ കൊല്ലിയിൽ വന്ന് അടി വീഴുമ്പോൾ നിൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച് പോകുന്ന ആ അടിയായിരിക്കും എന്ന് പറയാനിട്ടോ. എന്നാൽ തൻ്റെ ചേച്ചിയെ ഇനി ജോലിക്ക് എങ്ങനെ പറഞ്ഞയക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷനാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുകയാണ്. അപ്പോൾ മഞ്ജുവിനോട് ചെന്നിട്ട് പറയാണ്, ചേച്ചി നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ, അമ്പലത്തിൽ പോയി തൊഴുത് വരാമെന്ന് പറയണം. അപ്പോൾ ഭാനുവതിയമ്മ പറയണത് ശരിയാണ്, മക്കൾ രണ്ടുപേരും കൂടി അമ്പലത്തിലോട്ട് പോകുമെന്ന് പറയണേ. അങ്ങനെ മഞ്ജുവും മഹിമയും കൂടി അമ്പലത്തിൽ പോയി തൊഴുകയാണ്. അപ്പോൾ മഹിമ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശ്വര എൻ്റെ ചേച്ചിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, എൻ്റെ ചേച്ചി ആ ജോലി ഒരിക്കലും കൈവിട്ട് കളയരുതേ, എൻ്റെ അച്ഛനെ കൊന്നവനെ പുറത്ത് കൊണ്ടുവരണം. ഇപ്പോൾ പീതാംബരൻ അങ്ങനെ ഒരുപാട് ആളുകളെ പുറത്ത് കൊണ്ടുവരാൻ എൻ്റെ ചേച്ചിക്കേ കഴിയുള്ളൂ. സർവീസിൽ പലവരും ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെ ചേച്ചിയെ പോലെ നല്ല ഒരു ഇതിൽ അന്വേഷണം നടത്താൻ ചേച്ചിക്ക് മാത്രമേ കഴിയുള്ളൂ. ചേച്ചി പോലീസിലിരിക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ പലവർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എൻ്റെ ചേച്ചിയുടെ മനസ്സിൽ കടന്നു കൂടിയതൊക്കെ മാറ്റണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരികെ വരികയാണ് കേട്ടോ. അപ്പോൾ മഹിമയോട് ചോദിക്കുകയാണ്, എന്താ മോളെ നീ പ്രാർത്ഥിച്ചത്? ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ചേച്ചി ഇനിയും ജോലിക്ക് കയറണമെന്നാണ്. നല്ല കഴിവുള്ള നമ്മുടെ അച്ഛനെ പോലെ കഴിവുള്ള ചേച്ചിക്ക് ഇന്ന് എന്താ ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒളിച്ചോടുന്നത്? ഇതൊരു
തരം ഭീരുത്വം എന്നേ പറയാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് പേടിയാണിത്. എന്തിനൊക്കെയോ ചേച്ചി ഭയക്കുന്നു, ആരൊക്കെയോ ചേച്ചി ഭയക്കുന്നു. പല സീനിയേഴ്സിൻ്റെയും മുന്നിൽ ചേച്ചിക്ക് പൊരുതി നിൽക്കാൻ കഴിയാത്ത ആ ഒരു ഭയപ്പാടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമല്ലടി, കുടുംബത്തിൻ്റെ സമാധാനം ഞാൻ കാരണം നീ എന്തെല്ലാം പീഡനങ്ങൾ അനുഭവിച്ചു. ഞാൻ നിന്നെ പോലീസിൽ നിനക്കെതിരെ ഒരു തെളിവുണ്ടാക്കിയപ്പോൾ അതിൻ്റെ പിറകിൽ നീ പിന്നീട് പോലീസിൽ കിടക്കേണ്ടി വരികയും നിനക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുകയും സെല്ലിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്യാൻ കാരണക്കാരി ആരാ? ഞാനല്ലേ. അപ്പോൾ എൻ്റെ ഈ പോലീസ് യൂണിഫോം കൊണ്ടല്ലേ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായത്, അത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. അപ്പോഴാണ് തൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ഈ ഐശ്വര്യ മാമിൻ്റെ ആയിരിക്കും. ഐശ്വര്യയെ കാണുന്ന മഞ്ജു അറിയാതെ ഒന്ന് സല്യൂട്ട് അടിച്ച് പോവാണ്. അപ്പോൾ നീ ഇത് മറന്നിട്ടില്ലല്ലോ മഞ്ജു, നീ എന്താണ് ഈ ഒരു പോലീസ് യൂണിഫോം ഇട്ട ഒരാൾ ഒരു കുട്ടിക്കളിയായിട്ടാണോ ഈ ജോലിയൊക്കെ കാണുന്നത്? നീ ഒരു പ്രാവശ്യം ജോലിയിൽ നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് നിൻ്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടി നീ അങ്ങ് കയറി, പിന്നീട് നിൻ്റെ തന്നെ ഇഷ്ടത്തിന് നീ തന്നെ അങ്ങട് ഇറങ്ങി, എന്നിട്ട് പിന്നെയും നീ ഇത് ആവർത്തിക്കുന്നു. ഇതൊക്കെ ഒരു പോലീസിലിരിക്കുന്ന ഒരു സർവീസിലിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണ്? ഇതിനൊക്കെ എന്താണെന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ഇതേ നീ ഒരു വീട്ടമ്മയിലോട്ട് പേടിച്ച് ഓടുക എന്നാണ് ഇതിന് പറയേണ്ടത്. ഒരു വീട്ടമ്മയിലോട്ട് ഒതുങ്ങിക്കൂടാണ്. പല ഉത്തരവാദിത്തങ്ങൾ ഏൽക്കേണ്ടതിന് പകരം നീ പലതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ പറയാൻ ഇനി ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് വേറെ തരത്തിലായിരിക്കും. പീതാംബരനെ കൊന്നത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതുപോലെ തന്നെ നിൻ്റെ അച്ഛനെ കൊന്ന ആളെ ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി നാട്ടുകാർ പറയുന്നത് അതാവില്ല, നിൻ്റെ ഭർത്താവാണ് നിൻ്റെ അച്ഛനെ കൊന്നെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ നീ ജോലിയിൽ നിൽക്കണ്ടേ? അപ്പോൾ നിൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ അതിന് ഉത്തരം നൽകുക? അതുകൊണ്ടാണോ നീ പോലീസ് യൂണിഫോം രാജിവെക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജുവിൻ്റെ ഉള്ളിലൂടെ ഒരു സ്പാർക്കിംഗ് പോയിട്ടോ. മഞ്ജുവിന് അതൊരു തീപ്പൊരി തന്നെയായി. അങ്ങനെ മഞ്ജു ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടക്കുമ്പോൾ ഇതൊന്നൊന്നര വാക്ക് തന്നെയായി എന്നിങ്ങനെ മഹിമ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചി, ഞാൻ മനസ്സിൽ കണ്ട വാക്ക് ഐശ്വര്യമേ പറഞ്ഞതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിക്ക് ഈ ജോലിയിലോട്ട് കയറാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയുമായി പോകുമ്പോൾ തൻ്റെ മുന്നിലോട്ട് കാണാൻ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന കേട്ടോ. അതിൽ നിന്ന് ഇറങ്ങുന്ന ഗോപാലനാണ്. ഗോപാലിനെ കാണുന്ന മഞ്ജുവിന് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗോപാലിനോട് മഞ്ജു ചോദിക്കുകയാണ്, താൻ എന്തിനാണോ വീണ്ടും വീണ്ടും ഞങ്ങളുടെ പിറകെ വന്ന് ശല്യം ചെയ്യുന്നത്? അതെ, ഇനി നിങ്ങളുടെ പിറകെ വന്ന് ഞാൻ ശല്യം ചെയ്യില്ല. നിങ്ങൾ ഇത്രയും കാലം എന്നെ ഇട്ട് ഉപദ്രവിച്ചതിന് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾക്കുള്ള പണി വഴിയേ വരാനിരിക്കുന്നുള്ളൂ. എനിക്ക് 2 തടസ്സമാണ് ഉണ്ടായിരുന്നത് എൻ്റെ വഴി മുന്നോട്ട് പോകാൻ. എൻ്റെ സഞ്ജയ് ഇറക്കാൻ ഒരു തടസ്സം നീയായിരുന്നു, അതുപോലെ തന്നെ മുകുന്ദനായിരുന്നു. പക്ഷേ എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പേടിയായതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ആ 2 വഴിയും ആ തടസ്സങ്ങൾ നിങ്ങൾ തന്നെ മാറ്റിത്തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് തൻ്റെ വണ്ടിയിൽ നിന്ന് ഗോപാലൻ തൻ്റെ മകനെ ഇറക്കാൻ കേട്ടോ. ഇത് കാണുന്ന മഞ്ജുവിൽ ഒരു സ്പാർക്കിങ് തന്നെ, ഒരു ഞെട്ടൽ തന്നെ. എത്ര പെട്ടെന്ന് ആ സഞ്ജയ് പുറത്തിറങ്ങിയിരിക്കുന്നു. അങ്ങനെ സഞ്ജയ് പുറത്തിറങ്ങിയിട്ട് മഞ്ജുവിനോട് പറയണം, പോലീസ് യൂണിഫോം ഇട്ട മഞ്ജുവിന് ഒരു പേടിയുണ്ടായിരുന്നു. എന്നാൽ പോലീസ് യൂണിഫോം ഇടാത്ത മഞ്ജുവിന് എനിക്ക് നൽകാൻ പോകുന്ന ശിക്ഷ എന്തൊക്കെയെന്ന് നീ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ വന്ന് നീ ഇവളെ ഒളിപ്പിച്ചു വെച്ച് എന്നെ കുടുക്കിയതിന് നിനക്ക് ഞാൻ നൽകാനിരിക്കുന്നേ ഉള്ളൂ ശിക്ഷ. നീ ഇനി സഞ്ജയ് ആരാണെന്ന് അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഗോപാലൻ പറയാം, സഞ്ജയ് അല്ലടാ, ഞാൻ ഇവൾക്ക് അറിയിച്ചു കൊടുക്കും. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ തരത്തിൽ നാണം കെടുത്തിയെന്ന് ഇവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും എന്നിങ്ങനെ ഗോപാലൻ പറയുന്നുണ്ട് കേട്ടോ.